എനിക്ക് തോന്നിയിട്ടുള്ള പലയിടത്തും നിയമം ഫസ്റ്റ് പ്രയോറിറ്റി മനുഷ്യനാണ് കൊടുക്കുന്നത്. പല രാജ്യങ്ങളിലും ഈ നിയമം ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി മനുഷ്യനാണ്. ഇപ്പോൾ ഒരു മൃഗം ഒരു മനുഷ്യനെ ആക്രമിക്കാൻ വരുന്ന ഘട്ടത്തിൽ മൃഗത്തെ കൊല്ലാം എന്നുള്ളതാണ് പല രാജ്യങ്ങളിലെ നിയമത്തിൻ്റെ അന്തസത്ത. മനുഷ്യൻ്റെ ജീവന് മൃഗം ഭീഷണിയായാൽ മൃഗത്തെ വധിക്കാമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില മൃഗങ്ങൾ ഇവർക്ക് കണക്കുണ്ട്, അവിടെ എത്ര മൃഗമാകാം ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ. അതിൽ കൂടുതലായാൽ അതിനെ ഹണ്ട് ചെയ്യാം എന്ന നിയമമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ, ഓസ്ട്രേലിയയിലൊക്കെ ഹണ്ടിങ് ലോ ഉണ്ട്. ഇത്ര സമയമാകുമ്പം വനംവകുപ്പ് അറിയിക്കും, ഈ സീസൺ മുതൽ അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള തോക്കുള്ളവർക്ക് പോയി ഹണ്ട് ചെയ്യാം, ആ മൃഗത്തെ എടുക്കാം, അവർക്ക് ഹണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഹണ്ടിങ് സീസണുകളുണ്ട്. ഇത് സ്വീഡനിലുണ്ട്, നോർവേയിലുണ്ട്, പല രാജ്യങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് നമ്മൾ എഴുതി വെച്ച ഒരു നിയമം കാലാനുസൃതമായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ പരിഷ്കാരം വരുത്തുന്നതും തെറ്റില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് കാട്ടുപന്നി ആവശ്യത്തിലധികം അങ്ങ് ആയെന്ന് വിചാരിച്ചേ, പന്നിയെ ഒരിക്കലും കൊല്ലരുതെന്ന് നമ്മൾ എഴുതി വെച്ചതിനൊരു കാരണം കാണും, കാട്ടുപന്നിയെ. എന്നാൽ അത് വലിയൊരു ശല്യം, അത് വനത്തിനകത്ത് തന്നെ ശല്യം ഉണ്ടാക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയാലോ? അപ്പോൾ നിയമത്തിൽ പരിഷ്കാരങ്ങളാകാൻ പാടില്ലേ? അപ്പോൾ അങ്ങനെ യുക്തിപൂർവ്വമായിരിക്കണം നിയമം. നമ്മുടെ നിയമത്തിൽ പലയിടത്തും യുക്തിയില്ലാതെ പോകും കുറച്ച് കഴിയുമ്പോൾ, അതൊക്കെ പ്രശ്നമാണ്. ഇടയ്ക്ക് ഈ ചോദിച്ചതിൻ്റെ ഒരു സത്യം എന്താ വെച്ചാൽ, ഇടയ്ക്ക് ഈ കടുവകൾ ഇറങ്ങുന്ന ഒരു വിഷയം വന്നപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, അതിനുമുന്നേ നമ്മുടെ മന്ത്രി പറഞ്ഞു ഈ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന കടുവകളെ വെടിവെച്ച് കൊല്ലാം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരുപാട് ചർച്ചയും ഡിബേറ്റും ഉണ്ടായി. കാരണം കടുവ നമ്മുടെ നാഷണൽ ആനിമലാണ്. സോ അതിനെ വെടിവെച്ച് കൊല്ലാം. ഈ നാഷണൽ ആനിമൽ നമ്മൾ പ്രഖ്യാപിച്ചതല്ലേ, വേണമെങ്കിൽ മാറ്റിക്കൂ. ഇപ്പോൾ കടുവ തന്നെ ആവണം ദേശീയ മൃഗം, നമുക്ക് നിർബന്ധമൊന്നും പിടിക്കേണ്ട കാര്യമില്ല. അല്ലെ തന്നെ ദേശീയ മൃഗത്തെ വെടിവെക്കരുതെന്ന് നിയമം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രാക്ടിക്കലാവുക. നമ്മൾ ഈ ചില നിയമങ്ങളെ ആവശ്യത്തിലധികം കെട്ടിപ്പിടിക്കുന്നു. ചില നമ്മുടെ ചില ബലഹീനതകളെ, നമ്മുടെ ചില സെൻറ്റിമെൻസാണ് നമ്മളുടെ ഏറ്റവും വലിയ, അല്ലേ, ചില കാര്യങ്ങളിലെങ്കിലും ഇല്ല, ആ സെൻറ്റിമെൻസാണ് പലപ്പോഴും. പെട്ടെന്ന് സെൻറ്റിമെൻസ് കത്തും നമുക്ക്, പിറ്റേ ദിവസം അത് മറക്കുകയും ചെയ്യും. നമുക്ക് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് വികാരം കത്തിക്കാൻ വളരെ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സ് വളർത്താം. എന്നാൽ ഈ സെൻറ്റിമെൻറ്റ്സിൽ ആ കമൻ്റ് ഇട്ടയാൾ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒന്നും പാലിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതും അതിനകത്തൊരു വൈരുദ്ധ്യമാണല്ലോ. സന്തോഷ് പൊളിറ്റിക്സ് എന്താണ് ചോദിക്കുന്നത്, താങ്കൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു ഇടത് വിമർശകനായിട്ടാണ് താങ്കളെ കുറെ പേരെങ്കിലും കണ്ടിരുന്നത്. ഞങ്ങളുടെ പല അഭിപ്രായങ്ങൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആകണം, അങ്ങനെ പല അഭിപ്രായങ്ങൾ. അത് കഴിഞ്ഞ് അവസാനം താങ്കളെ പ്ലാനിംഗ് ബോർഡിലേക്ക് എടുക്കുന്നത് ഒരു ഇടത് ഗവൺമെന്റാണ്. ഇപ്പൊ താങ്കളുടെ ഇടത് വ്യൂ ഒക്കെ മാറി. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഇടവിരുദ്ധതയുണ്ടെങ്കിൽ ഞാൻ ഇടതുവിരുദ്ധനാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ പുരോഗമനവാദിയാണെങ്കിൽ ഞാൻ പുരോഗമനവാദിയാണ്. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞതിനകത്ത് എൻ്റെ ചിന്തകളെല്ലാം ഉണ്ട്. അതിനകത്ത് ഞാൻ ആർക്കെങ്കിലും വിരുദ്ധനാവുന്നത് അവർക്ക് ഞാൻ പറയുന്ന ആശയത്തോടെ എതിർപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇടതുപക്ഷ ഗവൺമെൻറ്, വലതുപക്ഷ ഗവൺമെൻറ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, ഇതൊന്നും അല്ല എന്നെ ബാധിക്കുന്ന പ്രശ്നം. ട്രെയിനിൻ്റെ പേര് ചോദിച്ച പോലെ തന്നെയാണ്. സിൽവർ ലൈൻ അല്ല എന്നെ ബാധിക്കുന്ന പ്രശ്നം. എനിക്ക് വേണ്ടത് സ്പീഡാണ്, കംഫർട്ടാണ്, സുരക്ഷിതത്വമാണ്. ഇത് മൂന്നും ആര് തരുന്നോ അവരെയൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ഈ സ്പീഡിൻ്റെയും കംഫർട്ടിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഒക്കെ വക്താവാണ്. താങ്കളെ പ്ലാനിംഗ് ബോർഡിൽ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം ഇടതുപക്ഷം കാലത്തിനനുസരിച്ച് മാറി എന്നുള്ളത് കൂടിയാണോ? അല്ല, ഇടതുപക്ഷം അല്ല, എല്ലാ പാർട്ടികളും കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്, അതായത് സംശയമൊന്നുമില്ല. ഇപ്പോൾ പല പാർട്ടികളും എനിക്ക് തോന്നുന്നത് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപൂർവം ചില പാർട്ടികൾ ഇങ്ങനെ മസിൽ പിടിച്ച്, അല്ലെങ്കിൽ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില പ്രത്യേക അജണ്ടകൾ മുന്നോട്ട് വെച്ച് പോകുന്നത് അവരുടെ ആ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ലേ? 25 കൊല്ലം മുമ്പത്തെ ടൂറിസത്തെക്കുറിച്ചുള്ള ഇടതു മുന്നണിയുടെ കാഴ്ചപ്പാട് തന്നെയല്ലല്ലോ ഇന്നത്തെ ടൂറിസം മന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പം സ്വാഭാവികമാണ്, അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. ആ മാറ്റത്തെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും വേണം. അതൊക്കെ തീർച്ചയായിട്ടും നമുക്കൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഉള്ള അവസരമാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹയർ എഡ്യൂക്കേഷനും മലയാളി സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നവരുടെ കൂടി വരും. നമ്മുടെ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്താണ് ലാഗ്? എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇവർ വിദ്യാഭ്യാസം ഇവിടുത്തെ മോശമായതുകൊണ്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ പോക്കിൻ്റെ ഉദ്ദേശം എന്താ? വിദ്യാഭ്യാസമല്ല.
ഈ വിദ്യാഭ്യാസത്തോടൊപ്പം അവിടെ ജോലി ചെയ്യാം, ജോലി ചെയ്ത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ അവിടെ തുടരാം. അതാണ് ലക്ഷ്യം. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മോശമാണെന്ന് അങ്ങനെ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാലത്തിനനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ. പക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് സാറൊന്ന് Yes. ഇപ്പൊ ഈ കാണാപ്പാഠം പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും ഒരു പ്രൊപ്പോസലായി ഗവൺമെന്റ് കൊടുത്തില്ല. നമ്മൾ ഈ പറഞ്ഞു അത് വലിയ ഡിബേറ്റ് ഒക്കെ ആയെങ്കിലും ഇത് അവരെ എത്തിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഞാനൊരു വിമാനത്തിലെ യാത്രികൻ മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി റൂട്ട് എഴുതി കൊണ്ടുപോയി പൈലറ്റിനെ കൊണ്ടുപോയി കൊടുത്ത അയാൾ എന്തായിരിക്കും അത് ചെയ്യുക? മലയാളികളെ ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിച്ചാൽ ഈ കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് പറയുന്ന ഒരു ക്രൗഡ് ഉണ്ട്. എന്ത് പറഞ്ഞാലും കേരളം ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ എല്ലാം മോശം, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന വേറൊരു ക്രൗഡും ഉണ്ട്. ഇതിൽ ആക്ച്വലി പുറത്തുനിന്ന് നോക്കുമ്പോൾ കേരളം എവിടെയാണ് നിൽക്കുന്നത്? അത് നമുക്ക് ഈ രണ്ട് ഉത്തരത്തിൽ നിന്ന് അറിയാമല്ലോ. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും. മതത്തിലാണ്. അതെ, കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ നല്ല നടക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ എപ്പോഴും പോസിറ്റീവ് അല്ലേ? ഇപ്പോൾ ഒരു ശരിയായ ഒരു കാര്യത്തിന് അല്ലേ, ഒരു ക്രൗഡിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബോട്ടപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തിന്മയ്ക്ക് എതിരായി നിൽക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ എപ്പോഴും ചിന്ത. ഈ തിന്മയേത് നന്മയേതെന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് തെറ്റ് വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് വലിയൊരു തെറ്റല്ലേ? അത് വലിയ തെറ്റാ. പക്ഷേ തിന്മയ്ക്കെതിരായിരിക്കണം എന്നുള്ളത് ഒരു മനസ്സ് നല്ലതല്ലേ? അതാണ്. പക്ഷെ തിന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ തിന്മയ്ക്കെതിരെ നിൽക്കാൻ പറ്റും. അവിടെയാണ് പ്രശ്നം. കേരളത്തിൻ്റെ പൊതുസമൂഹം തിന്മയ്ക്കെതിരാണ്, നന്മയ്ക്ക് അനുകൂലമാണ്. പക്ഷേ തിന്മ ഏത് നന്മ ഏതെന്ന് തിരിച്ചറിയാൻ ചില ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. കുറച്ച് പേർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കേരളത്തിന് പുറത്ത് ലോകം കാണാത്തോണ്ടാണോ കേരളം ആണ് നമ്പർ 1 അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഈ കിണറ്റിൽ തവളയൊക്കെ കിടക്കുന്നുണ്ടാണ്? ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നോട് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശത്തുണ്ടല്ലോ, അവരോട് ഈ അഭിപ്രായം നിങ്ങളൊരു സർവേ നടത്തൂ. നിങ്ങൾ ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ചു, ഇപ്പോൾ വിദേശത്ത് ജീവിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഞാൻ പറയുന്നതൊക്കെ കുറേ കൂടെ ക്ലാരിറ്റിയുള്ള ഉത്തരവായിരിക്കും, ആധികാരികമായിരിക്കും. അതൊന്ന് പഠിച്ചാൽ എന്തായിരിക്കും അവർ പറയുക എന്നറിയാമല്ലോ. അവർക്കൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയാനും പറ്റുമല്ലോ, പറയുന്നുണ്ടാവുമല്ലോ. ഞങ്ങളിതുപോലെ യൂത്തുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഈ യൂത്തിൻ്റെ ഒരു പെർസെപ്ഷനിൽ ഒരുപാട് മാറ്റം, ആസ്പിറേഷൻസിലും പെർസെപ്ഷൻസിലും ഒക്കെ മാറ്റം. ഇപ്പം നമ്മളൊരു 20കളിലുള്ള ഒരു യൂത്തിൻ്റെ ഒരു പെർസെപ്ഷൻ ഒരുപാട് മാറ്റം ഫീൽ ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂത്ത് ഉണ്ടല്ലോ. യൂത്ത് മാറിയെന്ന് പറയാൻ പറ്റില്ല. യൂത്ത് മാറിയെന്ന് പറഞ്ഞാൽ അവർ നിശബ്ദരായി. പഴയ യൂത്തൊക്കെ കുറേം കൂടെ വിപ്ലവവീര്യമുള്ള തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇന്ന് അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇതിനി മാറുമോ എന്നുള്ളൊരു സംശയം കൊണ്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക്, ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ സൗഹൃദങ്ങളെ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് ഒതുങ്ങി. യൂത്തിനെ ചലനം സൃഷ്ടിക്കുന്നവരായി ഇന്ന് കേരളത്തിൽ നിങ്ങളധികം കാണുന്നില്ല. ഉണ്ടോ? ഈ കോളേജ് യൂണിയനിലൊക്കെയുള്ള കുറച്ച്, അല്ലെങ്കിൽ കോളേജിലെ പൊളിറ്റിക്സിലൊക്കെ, യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സിലൊക്കെയുള്ള കുറച്ച് ചെറുപ്പക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഇറങ്ങുന്നില്ല. പഴയ പോലെ പ്രകൃതി സ്നേഹത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞ സൈലൻറ്റ് വാലി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തെരുവിൽ യുവാക്കളുണ്ടായിരുന്നു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിലൊക്കെ യുവ തരംഗമായിരുന്നു അല്ലേ? ഓരോ ഗ്രാമങ്ങളിലൂടെയും അവർ ജാഥകൾ നടത്തുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ ഇന്ന് ആൾ കിട്ടാതായി. അങ്ങനെ ഇല്ല. ഇപ്പോഴും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഈയിടെ ജാഥ നടക്കുന്ന കണ്ട മുഴുവൻ 60 വയസ്സിന് മുകളിലുള്ളവരാ. ഒറ്റ ചെറുപ്പക്കാരനെ ആ കൂടെ കാണാനില്ല. അതെ, ആയിരിക്കാം. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ സ്വപ്നം വേറെ എവിടെയോ പോയി കുരുങ്ങി കിടക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ കിടന്ന് അധികം വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നും എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നതെന്നും ചിന്തിച്ചിട്ടായിരിക്കാം. ഏത് അല്ല, പ്രാക്ടിക്കൽ ആയാലേ പറ്റൂ. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് വേറൊരു വിഭാഗത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിലെ പല ലെയറുകളാണ്. അതിൽ ലീഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞതിൽ ചില ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവർ തീരുമാനിക്കണം. ഈ ഒഴുകിപ്പോകുന്നവരോടല്ല അത് നമ്മൾ മാറ്റാൻ പറയേണ്ടത്. ലീഡർഷിപ്പാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ കഴിവുള്ള ആളുകൾ, സംരംഭകർ, രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ നേതൃത്വം, ഇവരൊക്കെ കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുത്തെങ്കിലേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു 20 വർഷം കഴിഞ്ഞുള്ള കേരളത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്തായിരിക്കാം ഈ പോക്കാണെങ്കിൽ?
മാറിക്കൂടായിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിനെ ബാധിക്കുന്ന വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നിരിക്കട്ടെ, പാശ്ചാത്യ നാടുകളിൽ വലിയൊരു വറുതി ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു ക്രാക്ക് ഡൗൺ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഈ പോയവരെല്ലാം തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരില്ലേ? ചരിത്രത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചരിത്രം എപ്പോൾ വേണേലും കീഴ്മേൽ മറിയാം, ഇല്ലേ? യൂറോപ്പ്, അമേരിക്ക ഒക്കെ എക്കാലവും യൂറോപ്പ് അമേരിക്ക ആയിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നങ്ങളിൽ അവർ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ഫ്ലറിഷിങ്ങുമായത് ഇന്ത്യ ആയിക്കൂടെ? ഈ പോയ യുവാക്കളെല്ലാം തിരിച്ചു ഒഴുകുന്ന ഒരു കാലം ഉണ്ടായിക്കൂടെ? അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുകയില്ല. എന്നാൽ അവൻ്റെ തകർച്ചയാവരുത് നമ്മുടെ പ്രതീക്ഷ. അമേരിക്ക തകരും, എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നാവരുത് നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ മികവ്. ട്രാവൽ ചെയ്ത കൺട്രീസിൽ ഏറ്റവും അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ? ഇവിടെ ആൾക്കാർ ഫ്രണ്ട്ലി അല്ല, ടൂറിസം ഫ്രണ്ട്ലി അല്ല. അങ്ങനെ ഉള്ള ചില രാജ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം എല്ലാം അങ്ങനെ മാറി. കാരണം ടൂറിസം എവിടെയുണ്ടോ അവിടെ ആ അധികാരികളും അവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സും ആ സമൂഹത്തെയും അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആഫ്രിക്കയിലെ ഒരു താൻസാനിയയിലെ ഒരു ഗോത്ര ഗ്രാമത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അവർ നമ്മളെ സ്വീകരിക്കാൻ പ്രിപ്പയർഡാണ്. അവർ കാത്തായിരിക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു $20 കിട്ടുമെന്ന് അവനറിയാം. അപ്പോൾ അവൻ ഏറ്റവും വെൽ ബിഹേവ്ഡാണ്. അപ്പോൾ അവരെയും കൂടെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കുന്നതുകൊണ്ടുള്ള ഗുണം അത്. മനസ്സിലായില്ലേ? നമുക്ക് ഗോത്രഗ്രാമത്തിൽ ചെല്ലാം, മസായികളുടെ ഗോത്രഗ്രാമത്തിൽ ചെല്ലാം, അവരവരുടെ പെർഫോമൻസ് നടത്തും, ഡാൻസ് കളിക്കും, അവർ പശുവിനെ അല്ലെങ്കിൽ കെട്ടുന്ന അവരുടെ പശുക്കളെ ബോമ എന്നാട്ടോ അതിന് പറയുന്നത്, അതിനകത്ത് നമ്മളെ കൊണ്ടു നടക്കും, അവരുടെ കുടിലിനകത്ത് കയറ്റും, എല്ലാം കാണിച്ചു തരും, വിശദമാക്കി തരും. അവർ വളരെ ഫ്രണ്ട്ലിയാണ്. അതിൻ്റെ കാര്യം അവർക്കത് കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും. അത് അവിടെ അങ്ങോട്ട് ടൂർ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഗ്രാമങ്ങളൊക്കെ ആയിട്ട്. ആ ഗോത്രമൂപ്പന് പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം ഇന്ന് ടൂറിസത്തെ ഉപയോഗിക്കാൻ ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞു. അല്ലാതെ അജ്ഞരായ ആളുകളല്ല ഇവരൊന്നും. ഇപ്പോൾ ഒരു പരിധിവരെ ടൂറിസത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് ഇപ്പോഴും നമ്മളാണ് ജീവിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങൾക്കൊന്നും ഈ ടൂറിസത്തിലൂടെ എങ്ങനെ കാശുണ്ടാക്കണമെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ. അവരെ അതിന് എക്യുപ്ഡ് ആക്കിയിട്ട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഗ്രാമങ്ങളിലേക്ക് ടൂറിസം വരണം. നമ്മുടെ യഥാർത്ഥ ജീവിതം ഗ്രാമങ്ങളിലല്ലേ. അതാണ് ഈ പറഞ്ഞ പാശ്ചാത്യർക്ക് കാണേണ്ടത്. നമ്മൾ കരുതുന്നത് പോലെ ഒരു ബന്ധവും ഇല്ല നമ്മുടെ ഗ്രാമങ്ങളിലെ ജീവിതവും യൂറോപ്പിലൊരു ജീവിതമായിട്ട്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ മസായിമാരെ ചെന്നാൽ ആഫ്രിക്കൻ ഗോത്രഗ്രാമം കാണാൻ പോകുന്നത്. എന്നാൽ മസായിക്ക് അറിയില്ലല്ലോ അത് വലിയ അത്ഭുതമാണെന്ന്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ അത്ഭുതം അറിയാതെ ജീവിക്കുന്നത്. നമുക്കതൊരു അത്ഭുതമാണെന്ന് നമുക്കല്ലേ അറിയൂ. ഇപ്പം മസായിക്ക് മനസ്സിലായി തുടങ്ങി ഇത് കാണാൻ ഇവന്മാരൊക്കെ ഇവിടെ വരുന്നതെന്ന്.